ഒരു 10 രൂപ വണ്ടി ഇറക്കാം. കാലൊരു ഓൾട്ടോന്റെ പ്രൈസിന് ഒരു SUV ഉണ്ടോ അല്ല. പിന്നെ വരുന്നത് 2 എത്തിയോസുകളാണ് വരുന്നത്. 2 ലിവയാണ്. പെരുന്നാളൊക്കെ ഉള്ളൂ അല്ലെ. നല്ലൊരു ഓഫർ കൊടുത്തു നമുക്ക്. എണ്ണ നമുക്ക് ഒരു 15 ലിറ്റർ എണ്ണ കൊടുക്കും ഏതൊരു വണ്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിലും. ഡീസലാണ് ഡീസൽ, പെട്രോൾ ആണ് പെട്രോൾ. 15 ലിറ്റർ നമുക്ക് 800 ഉണ്ട്, കാറ്ററിൻ ഉണ്ട്, സാധാ ആയിട്ടുണ്ട്. ഒരു 1.5-2 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇവിടെ തിരൂർ സ്റ്റേഷനിൽ ഇറങ്ങിയതാണ്. 1 രൂപ 1.5 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു ചെറിയ ബഡ്ജറ്റിൽ മൈലേജും എന്നാൽ ലോ കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓൺഷിപ്പ് വാഹനം. ഇന്ന് നമ്മൾ തവണ പെരുന്നാളിന് വേണ്ടിയിട്ട് വാഹനം എടുക്കുന്നവർക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയോട്ടൻ്റെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. SUVകള്, ക്രെറ്റൻ്റെ പല ജനറേഷന്, അതേപോലെ സാധാരണക്കാരൻ്റെ ചെറിയ ബഡ്ജറ്റിന് വേണ്ടിയിട്ട് സ്വിഫ്റ്റ്, ലിവകൾ, അതേപോലെ ചെറിയ വാഹനങ്ങൾ, ഓൾട്ടോകളൊക്കെ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ ജലാലിയ ഹോട്ട് ഹബിലാണ്. ഇന്നും തങ്ങൾ തന്നെയാണ് നമ്മളെ കൂടെ ഉള്ളത്. ഞങ്ങൾ നമ്മളൊരു ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാണ് നിങ്ങൾ. ഇതിവിടെ വേങ്ങര ഭാഗത്തുനിന്ന് വരികയാണ് തീണ്ടേക്കാട് അച്ഛനമ്പലം കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ്. കുന്നുംപുറം ഭാഗത്തുനിന്നാണെങ്കിൽ ഒരു 2-2.5 കിലോമീറ്റർ. അതായത് നമ്മൾ കൊളപ്പുറം ഹൈവേ എന്നൊക്കെ വരുമ്പോൾ ജസ്റ്റ് കുന്നുംപുറം കഴിഞ്ഞ് വേങ്ങര റൂട്ടിലായിട്ടാണ്. പഴയ വേങ്ങര ഭാഗത്തു നിന്നൊക്കെ വരുന്ന എയർപോർട്ട് റോഡാണ് ഈ ഒരു റോഡ് വരുന്നത്. അപ്പോൾ നമ്മൾ റോഡിന് തൊട്ടടുത്ത് തന്നെ തീണ്ടേക്കാടാണ് ഈ ഒരു കറക്റ്റ് ജലാലിയ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ ആണല്ലോ അല്ലെ. നല്ലൊരു ഓഫർ കൊടുത്തു നമുക്ക്. എണ്ണ നമുക്ക് ഒരു 15 ലിറ്റർ എണ്ണ കൊടുക്കും ഏതൊരു വണ്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിലും. ഡീസലാണ് ഡീസൽ, പെട്രോൾ ആണ് പെട്രോൾ. 15 ലിറ്റർ നമുക്ക് എണ്ണത്തിന്റെ കൂടെ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെരുന്നാൾ വരെയുള്ള ഡെലിവറിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു വൈറ്റ് ഫിനിഷിൽ പേൾ വൈറ്റിൽ വരുന്ന ഒരു ടയോട്ട ഇന്നോവ ക്രിസ്റ്റ. അത് നമുക്ക് അതിന്റെ 3rd ജനറേഷനൊക്കെയാണ് വരുന്നത്. പക്ക വൈറ്റ് ആണ്. അത്യാവശ്യം നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനം. ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ്. അപ്പോൾ നമുക്ക് തവണ നമുക്ക് ഒരു 90% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2020 മോഡല്. 20 മോഡൽ വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? G4 ആണ് വരുന്നത്. G4 ആണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല നീറ്റാണ്. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കമ്പനി ടച്ച് സ്ക്രീന് കാര്യങ്ങൾ, റിയറിൽ വൈപ്പർ കാര്യങ്ങൾ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ല. 2020 G4. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,48,000. 1,40. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണല്ലോ വണ്ടിയില്. ഫിറ്റ് ആണ് നമുക്ക്. പിന്നെ അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് അലോയി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അല്ല. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 15,25,000. 15,25 ഫുൾ പേപ്പർ ക്ലിയർ നമ്പർ ആക്കിയിട്ടുള്ള പേപ്പർ. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള 15,400 നമുക്ക് ചെയ്യാൻ പറ്റും. ലോണൊക്കെ ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി? ലോൺ ഒരു 13 രൂപ റേഞ്ചിൽ വരെ ലോൺ ഒരു 1.5-2 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല. ഞാൻ അതിൻ്റെ ഒരു സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇത് ഏതായിരുന്നു? Z ആണോ വരുന്നത്? അല്ല, Z അല്ല, V ആണ് വേരിയന്റ്. V ആണ്. നമുക്ക് പ്രൊജക്ടർ ലാംപ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. Type 4 ആണ് വരുന്നത്. Type 3 ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് അലോയ്സ് കാര്യങ്ങൾ, ഫുഡ് സ്റ്റെപ്പ്, അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, എയർ ബാഗ്, അതേപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനം. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡൽ. 2018 മോഡല് V ആണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 1,52,000. 1,82. നമുക്ക് എഞ്ചിന് മെക്കാനിക്കലി കാര്യങ്ങള് മേജറായ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമുക്ക് അതിലൊക്കെ 100% ഗ്യാരണ്ടി പറയാം. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? നമുക്കിത് 16 ലക്ഷം. 16 ലക്ഷം രൂപ അല്ല. 2018 മോഡൽ. നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ്. അത് നമുക്ക് 18 ലക്ഷം. ഏകദേശം ഒരു 1.5-2 രൂപയ്ക്ക് വണ്ടി ഇറക്കും ചെയ്യാം അല്ല. ഇനി അടുത്തൊരു വൈറ്റ് ഫിനിഷിംഗ് ഒരു ഇന്നോവയാണ്. നിലവിൽ KL 55 നമ്പർ കാര്യങ്ങളൊക്കെ. ഇത് അതർ സ്റ്റേറ്റ് അല്ല വണ്ടിയായിരുന്നു? ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇവിടെ തിരൂർ സ്റ്റേഷനിൽ ഇറങ്ങിയതാണ്. അതേപോലെ നല്ല കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് പ്രൊജക്ടർ ലാംപ്സ്, ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, അങ്ങനെ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ്. Type 4 ആണ് വരുന്നത്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 Z. 2014 അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്നുണ്ട്. നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ എല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അത് ഒറിജിനൽ Type 4 ഒറിജിനൽ കേരള വാഹനമാണ് വരുന്നത്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 2,30,000 കിലോമീറ്റർ. 230. ഏറ്റവും ഹിസ്റ്ററിക്കെല്ലാം പക്ക ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് 2014 ഒറിജിനൽ Type 4 അതും നമുക്ക് Z വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമുക്ക് അതും ഏറ്റവും ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടി. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം? നമുക്ക് 9,25,000. 9,25. 14 മോഡല് Z ആണ് ഇതിന്റെ. അതും ഒറിജിനൽ കേരള വണ്ടി അല്ല. ഏകദേശം നമുക്ക് 1.5-2 രൂപയ്ക്ക് വേണ്ടി ചെറുതായിട്ടൊക്കെ ഇഷ്ടപ്പെട്ട വണ്ടി നമുക്ക് കുറച്ച് കൊടുക്കാമല്ലോ. അത് നമുക്ക് നമ്മുടെ ചെറിയൊരു ബഡ്ജറ്റ് ക്രച്ച് നോക്കുന്നവർക്ക് വൈറ്റ് ഫിനിഷിംഗില് നല്ലൊരു അടിപൊളി ഐറ്റം വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് നമ്മൾ പ്രൊജക്ടർ ലാംപ്സ് കാര്യങ്ങളെല്ലാം അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2023 മോഡൽ. 2023 മോഡലാണ്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 54,000 കിലോമീറ്റർ. പക്ക ലോ കിലോമീറ്റർ വണ്ടിയാണ്. അത് നമുക്ക് അത്യാവശ്യം 1.5 ആയതുകൊണ്ട് തന്നെ
നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന 2023 സിംഗിൾ ഓൺഷിപ്പിൽ നമുക്ക് വെറും 54,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 12,25,000. 12,25 ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് വാഹനം കൊണ്ടുപോകാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമത്? ₹1.5 1-1.5 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു ചെറിയ ബഡ്ജറ്റിൽ മൈലേജും എന്നാൽ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു സിംഗിൾ ഓൺഷിപ്പ് വാഹനം. ഇനി അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ വേണമെന്നുള്ളവർക്ക് ഒന്നുകൂടെ നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം നമുക്ക് പൊതുവെ മെയിൻ്റനൻസ് കുറവും അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് ഒക്കെ കൂടുതൽ വരുന്നത് ഈ ഒരു ജനറേഷനാണ്. ഇത് കാലിക്കറ്റ് രജിസ്ട്രേഷനാണ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 മോഡല് 19 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. അത് നമുക്ക് അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ 1,44,000 കിലോമീറ്റർ. 1.44 അല്ലേ? എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണല്ലോ വണ്ടി? ഫുൾ ഷോറൂം സർവീസ് ആണ് വരുന്നത്. ഫുൾ സർവീസ് ആണ് വരുന്നത്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 7,25,000. ചെറിയൊരു ബഡ്ജറ്റ് നമുക്ക് വാഹനം 19 ചേഞ്ച് ചെയ്യാം. അപ്പൊ ഫുൾ ഓൺലൈൻ നമുക്ക് ഈ വാഹനം ഇറക്കാം. അടുത്ത നമുക്ക് ഇതാണ് മാരുതി സുസുക്കി വിറ്റാര ബ്രസ്സയാണ്. അത് നമുക്ക് അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഗ്രിൽ ചേഞ്ചിങ് കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ലെതർ സീറ്റ് കവേഴ്സ്, ആൻഡ് റെസ്റ്റ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്. ഇത് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ് വരുന്നത്. ZDI Plus ആണ്. ZDI Plus ആണ്. ഇതിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്നു. അത് നമുക്ക് ഇവിടെ തിരൂരങ്ങാടി രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 മോഡല്. 2017 മോഡലിൽ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഡീസൽ വണ്ടിയാണ്. 18-20 മൈലേജും കിട്ടുന്ന ഒരു വണ്ടി. 71,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 71,000 കിലോമീറ്റർ അല്ല. സാധാരണ നമുക്ക് ലോ കിലോമീറ്റർ ഉള്ള ഒരു വണ്ടിയാണ്. ഇത്തവണ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് കിട്ടാൻ ഇച്ചിരി പാടാണ് അല്ലേ? ജെന്യൂൻ ആണല്ലോ കിലോമീറ്റർ ഗ്യാരണ്ടി പറയാം. ഫുൾ ഷോറൂം സർവീസ് ആണ്. സർവീസ് സിംഗിൾ ഓണർ വണ്ടി അല്ല. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 7,35,000. 35 ഒരു ബഡ്ജറ്റ് പ്രൈസിന് കൊണ്ടാവും. അതും ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. അടുത്തൊരു റെനോ ഡസ്റ്റർ ആണ്. അതും കോഫി ബ്രൗണില് 85 ആണ് അത് വരുന്നത്. 85 ആണ്. സോ അത്യാവശ്യം നല്ല മൈലേജും നല്ല പെർഫോമൻസും എല്ലാം വരുന്ന വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഏകദേശം 18-20 മൈലേജും കിട്ടും. നമുക്ക് മെയിൻ്റനൻസും വളരെ കുറവ് വരുന്ന ഒരു SUV ആണ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 മോഡല് RXL. ഓക്കെ. പിന്നെ ഇതിന്റെ കിലോമീറ്റർ 1.14 ഓടിയുള്ളത്. 1.14 തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ ആണ്. അത്യാവശ്യം ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 3,85,000. 2015 മോഡൽ. ചെറിയൊരു പ്രൈസിന് നല്ലൊരു SUV ഉണ്ടോ? ഡീസൽ വണ്ടിയാണ്. 3.4 ഒരു ഓൾട്ടോന്റെ പ്രൈസിന് ഒരു SUV ഉണ്ടോ അല്ല? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാം? 19 രൂപ. ഒരു 3,000 രൂപ ലോൺ കയറും. ഫുൾ ഓണിന് നമുക്ക് ചെയ്യാം. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. അടുത്ത നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റ് പോകുന്നവർക്ക് ഒരു ഓൾട്ടോ 800 വരുന്നുണ്ട്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017 മോഡല്. 17 മോഡൽ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 78,000 കിലോമീറ്റർ. 78,000 കിലോമീറ്റർ. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആണ്. മേജറായ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. മെക്കാനിക്കൽ ഒരു 10-15 റുപ്യന്റെ വർക്ക് ഉണ്ടാവും മെക്കാനിക്കലായിട്ട്. അത് നമുക്ക് തീർത്തു കൊടുക്കാൻ പറ്റും. ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 2,10,000. 2017 മോഡലാണ്. 17 മോഡലാണ്. 70 സംതിങ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. എല്ലാ വർക്കും നമ്മൾ ചെയ്തിട്ട് 2.10 ചെയ്യാൻ പറ്റും. ട്രാക്കിന്റെ ഒരു 10-30 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ഒരു ബൈക്കിൽ ഈ 2,00,000 രൂപ ലോൺ വരും. അപ്പൊ ഒരു 10 രൂപ വണ്ടി ഇറക്കാം. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് വണ്ടി ഇറക്കാം. 4 ടയറും ഫുള്ളാണ്. 4 ടയറും ഫുൾ ടയേഴ്സ് ആണ്. നമുക്ക് നിലവിലൊന്നും ചെയ്യിക്കാനൊന്നുമില്ല. ഉള്ള വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ചെയ്തും ചെയ്യില്ല. അടുത്ത നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നിസാന്റെ സണ്ണി. കാരണം നമുക്ക് ലോങ് ഡ്രൈവിൽ ഏകദേശം 24 വരെ മൈലേജ് എല്ലാം കിട്ടുന്ന ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡാണ് അല്ലെ? XP അല്ല വരുന്നത്. സോ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, റിയറിൽ AC വെന്റ്, കമ്പനി അലോയ്സ്. കൂടുതൽ ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ മൈലേജ് തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇത് ഏതായിരുന്നു മോഡൽ? 2013 മോഡൽ. 13 മോഡൽ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,14,000 കിലോമീറ്റർ. 1.14 അല്ല? എത്ര നമ്മൾ ചോദിക്കുന്ന ഈ വാഹനത്തിന്? 2,65,000. ചെറിയൊരു പ്രൈസിന് വലിയൊരു വാഹനം കൊണ്ടുപോകാം. അതേപോലെ തന്നെ നല്ല മൈലേജും നല്ല സ്പേസും കിട്ടുന്ന ഒരു വണ്ടി അല്ല? ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂത്? നമുക്ക് ലോണ് 2-2.25 രൂപ ലോൺ കയറും. ചെറിയൊരു പ്രൈസിൽ നമുക്ക് വാഹനം കൊണ്ടുപോകും ചെയ്യാലോ. അടുത്ത നമുക്ക് ഇതാണ് വീണ്ടും വരുന്നത്. 2 എത്തിയോസുകളാണ് വരുന്നത്. 2 ലിവയാണ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഡുവൽ ടൂളിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. വൈറ്റ് ആൻഡ് ബ്ലാക്കില് KL3 നമുക്ക് പത്തനംതിട്ട രജിസ്ട്രേഷനാണ്. നല്ല ഫാൻസി നമ്പർ എല്ലാം വരുന്ന പ്ലാറ്റിനം ടൈപ്പിൽ വരുന്നൊരു വാഹനം.
ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡൽ VX3 ഫുൾ ഓപ്ഷൻ വരുന്നു. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്, ഡീസലിൽ ടോപ്പ് ലോഡ്, അത് ഒറിജിനൽ കേരള വണ്ടിയല്ല വരുന്നത്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ വരുന്നത് 1,60,000. 1,60,000. ഫുള്ള് സർവീസ് ഹിസ്റ്ററി ഫുൾ ഷോറൂം സർവീസ് ആണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ആണ്, ഒരു ഡോർ ബാക്കിലെ ഡോർ റീപ്ലേസ് ഉണ്ട്. ഓക്കെ, മേജർ ആയിട്ടൊന്നുമില്ല. ഷോറൂമിൽ തന്നെയാണ് മാറിയത്. അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിന്റെ ടോപ്പ് ലോഡ് വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടി. നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വാഹനം? നമുക്ക് 6,15,000. 6,15,000. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ 5,400 രൂപ ലോൺ. 19 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഒറിജിനൽ കേരള വാഹനമാണ്, അതും A to Z ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി. ഞാൻ അതുകൊണ്ട് വീണ്ടും നമുക്കൊരു എത്തിയോസ് തന്നെയാണ്. ഇത് ഒറിജിനൽ കേരള വണ്ടി വരുന്നത്? ഒറിജിനൽ കേരള അല്ല, റീ രജിസ്ട്രേഷൻ ആണ്. നിലവിൽ നമുക്ക് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? മോഡല് 2012 മോഡല്. കിലോമീറ്റർ വരുന്ന 1,44,000 കിലോ. 1,44. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണല്ലോ, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. GD ആണ്. അതേപോലെ നമുക്ക് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 2,80,000. അപ്പോൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബഡ്ജറ്റിൽ ഡീസൽ വണ്ടി, അതും നമുക്ക് അത്യാവശ്യം മൈലേജും ഡിപ്പെൻസ്, നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവുള്ള ഒരു വാഹനമാണ്. ഓണർഷിപ്പ് സെക്കൻഡ് വരുന്നുള്ളൂ. റീ രജിസ്ട്രേഷൻ ആണെങ്കിലും നമുക്ക് നമ്പർ ആക്കിയപ്പോൾ ഇങ്ങോട്ട് സെക്കൻഡ് ഓൺഷിപ്പ് ആയിരുന്നേ ഉള്ളൂ. കിലോമീറ്റർ കറക്റ്റ് ആവാൻ സാധ്യത ഉണ്ട്. നമുക്ക് അതിൽ എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് കൊടുക്കാം. എത്ര രൂപയ്ക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 2,2,400 രൂപ ലോൺ കയറും. ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത നമുക്ക് ഏറ്റവും ടോപ്പ് ലോഡില് നല്ല മൈലേജ് ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് ലോങ് ഡ്രൈവില് 22, 24 വരെയൊക്കെ തന്നെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. നമുക്ക് 2015 അപ്ഗ്രേഡ് വന്ന സ്വിഫ്റ്റിന്റെ ഏറ്റവും ടോപ്പ് ലോഡ്, അതും നല്ല ബ്ലഡ് ഫിനിഷിങ്, ബ്ലഡ് റെഡിലൊക്കെ വരുന്ന ഒരു അടിപൊളി ഐറ്റം. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡൽ. 2015 ഏറ്റവും ടോപ്പ് ലോഡാണ്. ഇതിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അങ്ങനെ ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു ഡീസൽ വേരിയന്റ്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,03,000 കിലോമീറ്റർ. 1,03 അല്ലേ? നമുക്ക് നല്ല ഫാൻസി നമ്പർ വരുന്നുണ്ട്. കോട്ടയം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അത് അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 4,75,000. 4,75 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 4,400 രൂപ ലോൺ കയറും. 19 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. മൈലേജ് ഡെയിലി യൂസിനൊക്കെ ഒരു കൺസിഡർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് അടക്കം വരുന്ന വണ്ടിയാണ്. ഇത് നമുക്കൊരു ഹോണ്ടയുടെ അമേസ് ആണ്. ഇത് നമുക്ക് മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പൊതുവെ മെയിൻ്റനൻസ് കുറവാണ്, നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 മോഡല്. 2017 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,13,000 കിലോമീറ്റർ. 1,13 ഓടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഏകദേശം ഹോണ്ട ആണെങ്കിലും ഒരു ടയോട്ടന്റെ പോലെ തന്നെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടുപോയാൽ നമുക്കൊന്നും നോക്കാനില്ല. കറക്റ്റ് നമുക്ക് മൈലേജും കാര്യങ്ങളും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ബോഡി വെയിറ്റ് ഒക്കെ വരുന്നൊരു വണ്ടിയാണ്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? ഇത് 3,65,000. 3,65 ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇറക്കാം. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നൊരു വാഹനം. അടുത്ത് നമുക്ക് 2 റിഡ്സുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് കേൾട്ടർ രജിസ്ട്രേഷനിൽ നല്ല ഫാൻസി നമ്പർ, അതേപോലെ തന്നെ അത്യാവശ്യം നമുക്ക് അഡീഷണൽ ആയിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി. LCD സ്ക്രീന് വരുന്നുണ്ട്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഡീസലാണ് അല്ലേ? ഒരു 18-20 മൈലേജും കിട്ടൂല. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 ഒറിജിനൽ കേരള. നമ്മൾ കേൾട്ടൺ രജിസ്ട്രേഷനിൽ തന്നെ മലപ്പുറത്തെ വണ്ടിയാണ്. ഫാൻസി നമ്പർ വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് അലോയ്സ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. എത്ര പേ കൊടുക്കാൻ പറ്റും ഈ വാഹനം? 2,75,000. 2,75 ഏകദേശം 10-25 രൂപയ്ക്ക് വേണ്ടി ഇറക്കാല. ഞാൻ എൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്, ബ്ലൂ ഫിനിഷിങ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 മോഡൽ. രണ്ടും സെയിം 2012 തന്നെയാണ് വരുന്നത്. ന്യൂ ഷേപ്പ് ആണ് രണ്ടും അല്ലേ? രണ്ട് ന്യൂ ഷേപ്പ് തന്നെയാണ് വരുന്നത്. VDI ആണ്. AC പോസ്റ്ററിങ്. അത് നമുക്ക് അഡീഷണൽ LDI ആണ്, പവർ വിൻഡ് ആഡ് ചെയ്തതാണ് അല്ലേ? VDIയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അതേപോലെ തന്നെ ഒറിജിനൽ കേരള വണ്ടിയാണ്. നമുക്ക് നല്ല നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡീസലാണ്. 18-20 മൈലേജും കിട്ടും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1,60,000. 1,60. മേ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഗ്യാരണ്ടി കൊടുക്കാം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 1,95,000. 1,95. 2012 വണ്ടി ന്യൂ ഷേപ്പ് ആണ്. ഏകദേശം ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. അത് നമുക്ക് വാഗനറിന്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ്, വാഗനർ സ്റ്റിംഗർ. ഇതിൽ നമുക്ക് ഏറ്റവും ടോപ്പ് ലോഡിൽ തന്നെ നമുക്ക് വാഗനറിൽ പൊതുവെ അലോയ്സ് ഒന്നും വരാറില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് അലോയ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്.
അതേപോലെ പ്രൊജക്ടർ ലാംപ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല ടയേഴ്സ് കാര്യങ്ങൾ, സൈഡ് സ്കേറ്റിങ്, സ്റ്റിയറിംഗിൽ നമുക്ക് പിന്നെ അതേപോലെ തന്നെ കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2013 മോഡല് 14 രജിസ്ട്രേഷൻ ആണ്. 13 മോഡൽ 14 രജിസ്ട്രേഷന്. അത് നമുക്ക് പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 53,000. ഓ, ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഇത് ഓൺഷിപ്പ് സിംഗിൾ ആണോ? ഓൺഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ആണ്. ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 2,85,000 ചെറിയൊരു പ്രൈസിനും ഉണ്ടാവും. ലോ കിലോമീറ്റർ നല്ലൊരു ഫാമിലി വെഹിക്കിൾ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? 2.5 ലക്ഷം രൂപ ലോൺ കയറും. 10-20 രൂപ വേണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? അടുത്ത് നമുക്ക് ടാറ്റ ടിയാഗോ ആണ്. നമുക്ക് KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. നല്ല ഫാൻസി നമ്പർ എല്ലാം വരുന്നുണ്ട്. ഇത് ഡീസലാണോ? ഡീസലാണ്. സോ 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല മൈലേജ് ഉള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് അത്യാവശ്യം ബോഡി ക്വാളിറ്റി പെർഫോമൻസ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് ടിയാഗോ. ഡീസലാണ്. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 മോഡൽ XM ആണ്. മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ല ബോഡി വെയിറ്റ് ആണ്. മൈലേജും കിട്ടും. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 2,75,000. 2,75,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഫുൾ ഓണിൽ ഇറക്കാം. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് ആണ്. അതേപോലെ തന്നെ മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ, 20 മൈലേജ് നമുക്ക് കിട്ടും ചെയ്യും. അടുത്ത് വീണ്ടും നമുക്കൊരു എത്തിയോസ് ലിവൻ തന്നെയാണ് മൂന്നാമതും നമുക്ക് അല്ല. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 മോഡൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള. അത് കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ്. അഡീഷണൽ ആയിട്ട് നല്ല അലോയി കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സീറ്റ് കവേഴ്സ്, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1,76,000 കിലോമീറ്റർ. 1,76. ടയോട്ടനെ സംബന്ധിച്ച് അതൊന്നൊരു കിലോമീറ്റർ ആണെന്ന് പറയാൻ പറ്റൂല അല്ലേ? കറക്റ്റ് സർവീസ് ചെയ്ത് പോയാൽ നമുക്ക് മെയിൻ്റെനൻസിലില്ല. അതേപോലെ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം? നമുക്ക് 4,15,000. 4,15. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റുന്നത്? നമുക്കൊരു 3,500 രൂപ ലോൺ കയറും. ചെറിയൊരു 19 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഇനി അടുത്ത് നമുക്ക് അൾട്ടോ ആണ്. അൾട്ടോന്റെ 3 ഐറ്റംസുകൾ ഉണ്ട് അല്ലേ? 800 ഉണ്ട്, കാറ്ററിൻ ഉണ്ട്, സാധാ ഫസ്റ്റ് ജെൻ ആയിട്ടുണ്ട് അല്ലേ? ആ ഫസ്റ്റ് ജെൻ ഒരു ഓൾട്ടോ 800 ആണ്. കാറ്റർ രജിസ്ട്രേഷൻ ആണ്. നല്ല അടിപൊളി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017 മോഡല്. നേരത്തെ നമ്മളൊരു വൈറ്റ് പരിചയപ്പെട്ടിരുന്നു. സെയിം മോഡൽ തന്നെയാണ്. നല്ല വൃത്തി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതില് നിലവില് നമുക്ക് വർക്കൊന്നും ചെയ്യിക്കാനില്ല അല്ലേ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഫാമിലി വെഹിക്കിള്. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 77 അല്ലേ? എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 2,35,000. 2,35 ഏകദേശം ഒരു 10-30 രൂപയ്ക്ക് വേണ്ടി സുഖമായിട്ട് നമുക്ക് ഇറക്കും ചെയ്യാം. ഞാനൊരു K സീരീസ് ആണ്, K10 ആണ് വരുന്നത്. അതും കേരള രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡൽ വണ്ടി അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 78,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ? എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 2,10,000 രൂപ. 2,10. ചെറിയൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം K സീരീസ് എഞ്ചിനാണ്. നല്ല പെർഫോമൻസും അത്യാവശ്യം മൈലേജും കിട്ടും. മോഡലും ഉണ്ട്. ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? 50 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. അടുത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി വെഹിക്കിൾ ആണ്. കാരണം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പൊതുവെ നമുക്ക് വർക്കൊന്നും കാര്യമായിട്ടോ മെയിൻ്റനൻസ് വരാത്തൊരു വാഹനം എന്ന് പറയാം അല്ലേ? അത് നല്ല കാണാൻ ഭംഗിയുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2010 മോഡല്. പുതിയ പേപ്പർ ഒക്കെ എടുത്തിട്ടുണ്ട്. 5 വർഷത്തെ പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,10,000. 1,10. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 1,15,000. 1,15 നമുക്ക് ചെയ്യാൻ പറ്റും. അത് 2030 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് കേട്ടോ. ഇത് നമുക്ക് മൈലേജ് ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് ഒരു സെമി പ്രീമിയം ലെവലിൽ നമുക്ക് നെക്സ ചാനൽ വഴി വരുന്ന ഒരു വാഹനമാണ്. മാരുതി സുസുക്കി സിയാസ് നെക്സ ബ്ലൂ കളറിൽ വരുന്ന 2017 മോഡലില് അന്നത്തെ ആൽഫ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് വാഹനമാണ്. ഡീസൽ ഹൈബ്രിഡ്. സോ നമുക്ക് 20-22 മൈലേജ് കിട്ടും. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, എയർ ബാഗ്സ്, റിയറിൽ AC വെന്റ്, ചാർജിങ് പോയിന്റ്, ആൻഡ്രസ്റ്റ്, കപ്പ് ഹോൾഡേഴ്സ്, അതേപോലെ തന്നെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ലെതർ സീറ്റ് കവേഴ്സ്, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിടിലൻ വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡൽ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 5,70,000 രൂപ. ഒരു ചെറിയൊരു ഹാച്ച് ബാഗിന്റെ പ്രൈസിൽ ഇപ്പൊ കൊണ്ടുപോകാം.
ഡീസൽ വേണം, മൈലേജും കിട്ടൂല. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ 5.5 ലക്ഷം റുപ്യ ലോൺ കയറ്റി 10 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. പ്രൈസ് ആണ് 570. നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ആണ്. കാരണം നമുക്ക് ഇത്രയും വലിയൊരു വാഹനം, ഒരു പ്രീമിയം സെഗ്മെന്റിൽ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഡീസൽ ഹൈബ്രിഡും ആണ് അല്ലേ. അടുത്ത നമുക്കൊരു ഡിസയർ ആണ്, ഡീസൽ വണ്ടിയാണ്. ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2013 മോഡൽ അല്ലേ. അത്യാവശ്യം വലിയൊരു വണ്ടിയാണ്. ഒരു ഫാമിലിക്കൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഡിസ്ക് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സീറ്റ് കവേഴ്സ്, അതേപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, വീഡിയോ ആണ്, AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് 4 ഫുൾ കട്ട ടയേഴ്സ് തന്നെ വരുന്നുണ്ട്. ഗുരുവായൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? മോഡൽ 2013. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,19,000. എത്ര ചോദിക്കുന്നു നമ്മൾ ഈ വാഹനത്തിന്? നമുക്ക് 3,40,000. 3,40,000 അല്ലേ. ഫുൾ ഓണൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരു 3 ലക്ഷം റുപ്യ ലോൺ കയറ്റി ഒരു 40 രൂപ ഇറക്കും ചെയ്യാലോ. വീണ്ടും നമുക്കൊരു ഡിസയർ തന്നെയാണ്. ഡിസയർ നമുക്ക് ഇവിടെ 3 വരുന്നുണ്ട്. 2 ഒരേ ജനറേഷൻ, ഇത് നമുക്ക് ഫസ്റ്റ് ജനറേഷനാണ് വരുന്നത് അല്ലേ. ഇത് വീണ്ടും നമുക്ക് ഡീസൽ തന്നെയാണ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 മോഡൽ. 15 ഒന്നുകൂടെ മോഡൽ കൂടിയ വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം നമുക്കൊരു 18-20 നമുക്ക് മൈലേജും കിട്ടുന്ന ഒരു വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചെയ്യിക്കുന്നത്? നമ്മൾ ഇത് നമുക്ക് 4,45,000. 4,45. ചെറിയൊരു ബഡ്ജറ്റിൽ കൊണ്ടുപോകാം. അത് അത്യാവശ്യം നല്ല മോഡലും ഉണ്ട്, അതേപോലെ തന്നെ നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഒരു 10-40 റുപ്യ 4 ലക്ഷം റുപ്യ ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്ത അതിന്റെ ഒരു ഒന്നുകൂടെ അതിന്റെ തൊട്ട് മുമ്പത്തെ ജനറേഷനാണ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2009. പുതിയ പേപ്പർ, 5 വർഷത്തെ പേപ്പറൊക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അഡീഷണൽ അലോയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 1,75,000. ചെറിയൊരു പ്രൈസിന് നമുക്ക് കൊടുക്കാം. 1,75 അല്ലേ. ലോണ് സൗകര്യം ഉണ്ടാവും. അടുത്ത നമുക്ക് വീണ്ടും നല്ലൊരു ഫാമിലി വെഹിക്കിൾ ആണ്, മാരുതി സുസുക്കി ബലേനോ. അത് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിടിലൻ വണ്ടിയാണ്. നെക്സാ ബ്ലൂ ആണ് ഇതിന്റെ കളർ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇത് ഡീസൽ ആണ്, പെട്രോൾ ആണ്? പെട്രോൾ ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം നമുക്ക് മൈലേജ് കിട്ടുന്ന നല്ലൊരു സെമി പ്രീമിയത്തിൽ വരുന്നൊരു വാഹനം. അത് നമുക്ക് കമ്പനി അലോയ്സ് വരുന്നുണ്ട്. ഒരു 90-95% ടയേഴ്സ് കാര്യങ്ങൾ, ഫാൻസി നമ്പർ ആണ്. കൂടെ തന്നെ നമുക്ക് തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 മോഡൽ സീറ്റ. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ളതാണ്. പക്ഷെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 1,18 ഓടിയുണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? 4,40,000. ചെറിയൊരു ബഡ്ജറ്റിൽ കൊടുക്കാം. 40 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. 4 ലക്ഷം റുപ്യ ലോൺ ചെയ്യാം. അതിന് അടുത്തൊരു വലിയൊരു വാഹനമാണ്, ടയോട്ടന്റെ എത്തിയോസ് ആണ്. നമുക്ക് ഡിക്കി സ്പേസ് വേണം, അതേപോലെ തന്നെ മെയിൻ്റനൻസ് കുറവും അത്യാവശ്യം മൈലേജ് നോക്കുന്നവർക്കൊരു ഫാമിലി വെഹിക്കിൾ ആണിത്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 മോഡൽ. 12 മോഡൽ അല്ലേ. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് 2,55,000. ചെറിയൊരു ബഡ്ജറ്റ് നമുക്ക് ഉണ്ടാവും. 2,55. ഏകദേശം നമുക്ക് ലോൺ സൗകര്യം ഒക്കെ ഉണ്ടാവും ഇതിന്? ലോൺ 2 ലക്ഷം റുപ്യ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്യാവശ്യം മെയിൻ്റനൻസ് കുറവുള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരളമാണ് വണ്ടി? കേരള അല്ല, റിയാണ് വണ്ടി വരുന്നത്. ഫ്രണ്ട്സ്, നമ്മളിന്നുണ്ടായിരുന്നത് ജലാലിയ ഹോട്ടോപ്പിലാണ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര കുന്നുംപുറം റൂട്ടിലായിട്ട് തീണ്ടേക്കാടാണ്. സോ നമുക്ക് മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് വേങ്ങര നമ്മൾ ചെറൂർ വഴി നേരെ അച്ചരമ്പലം കഴിഞ്ഞ് തീണ്ടേക്കാട്, അതേപോലെ ഹൈവേ വഴി വരുന്നവർക്ക് നമുക്ക് കോഴിക്കോട് നിന്ന് കുളപ്പുറം പുതിയ ഹൈവേയിൽ നിന്ന് നേരെ നമ്മൾ എയർപോർട്ട് റോഡിന് കയറി കുന്നുംപുറത്തുനിന്ന് റൈറ്റ് കട്ട് ചെയ്ത് പോന്ന് തീണ്ടേക്കാട് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ പെരുന്നാൾ വരെയുള്ള എല്ലാ പർച്ചേസിനും 15 ലിറ്റർ ഫ്യൂവൽ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം എല്ലാ വാഹനങ്ങൾക്കും നല്ല കുറച്ചിട്ടുള്ള പ്രൈസാണ്. സോ അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റി കാര്യങ്ങൾ, അതേപോലെ സർവീസ് ഹിസ്റ്ററി എല്ലാം, ഗ്യാരണ്ടി എല്ലാം നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ചെറിയ ബഡ്ജറ്റിൽ സാധാരണക്കാരനും വലിയ ആളുകൾക്കൊക്കെ വേണ്ട എല്ലാ വാഹനങ്ങളും ഉണ്ട്. അപ്പോൾ ഏത് റേഞ്ചിലെ വാഹനങ്ങൾ നോക്കുന്നവരും തീർച്ചയായിട്ടും നമുക്ക് വരാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് ജലാലിയ. സോ കൂടുതൽ ഡീറ്റെയിൽസ് നമ്പറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് മാക്സിമം പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് അന്തങ്ങൾ സൈനിങ് ഓഫ്.